ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്ട്രിക്ട് ലയബിലിറ്റി വേഴ്സസ് അബ്സല്യൂട്ട് ലയബിലിറ്റി. എന്താണ് സ്ട്രിക്ട് ലയബിലിറ്റി, എന്താണ് അബ്സല്യൂട്ട് ലയബിലിറ്റി? ഇത് രണ്ടും തമ്മിലുള്ള കീ ഡിഫറൻസ് എന്തൊക്കെയാണ്? ഇതിലെ പ്രധാനപ്പെട്ട കേസ് ലോസ് ആയിട്ടുള്ള MC മെത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസും അതേപോലെ തന്നെ റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ എന്നുള്ള കേസും എന്താണ് എന്നുള്ളതൊക്കെയാണ്. സ്ട്രിക്ട് ലയബിലിറ്റി എന്ന കോൺസെപ്റ്റ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന കോൺസെപ്റ്റും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്ട്രിക്ട് ലയബിലിറ്റി എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ടോർട്ട് എന്നാൽ എന്താണെന്ന് ചെറിയ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ടോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ക്രൈം നേച്ചർ അല്ലാത്ത, അത്ര സിവിയർ അല്ലാത്ത, സിവിൽ നേച്ചർ ആയിട്ടുള്ള ഒഫൻസുകളെയാണ് അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ആക്ടുകളെയാണ് ടോർട്ട് എന്ന് വിളിക്കുക. സാധാരണഗതിയിൽ ഒരാൾ മനഃപൂർവ്വം ചെയ്താൽ, ഒരാളുടെ ഭാഗത്ത് നിന്ന് നെഗ്ലിജൻസ് ഉണ്ടായി അങ്ങനെ ഒരു അപകടം ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ ഒരാളെ ലയബിൾ ആക്കാറുള്ളൂ. ദിസ് ഇസ് ദി ജനറൽ കോൺസെപ്റ്റ്. ഞാൻ അബദ്ധവച്ചാൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അബദ്ധം കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, എൻ്റെ നെഗ്ലിജൻസ് മൂലം, എൻ്റെ ഒരു ശ്രദ്ധയില്ലായ്മ മൂലം മറ്റൊരാൾക്ക് അപകടം ഉണ്ടാക്കിയാലാണ് സാധാരണഗതിയിൽ നിയമം എന്നെ ശിക്ഷിക്കാറ്. ദിസ് ഇസ് ദി ജനറൽ റൂൾ. ബട്ട് ജനറൽ റൂളിൽ നിന്നും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഒരാളുടെ ഭാഗത്ത് നിന്ന് നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ അയാളെ ശിക്ഷിക്കുന്ന ഒരു നിയമത്തിനെയാണ് സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. സ്ട്രിക്ട് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? സ്ട്രിക്റ്റ് ആയിട്ട് നടപടി സ്വീകരിക്കുന്ന സ്ഥലങ്ങളാണത്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറാണത് എന്ന് വെച്ചാൽ എന്താ? ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത, ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയില്ലാത്തത് എന്നൊക്കെയല്ലേ സ്ട്രിക്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം? അതെ, സ്ട്രിക്ട് ലയബിലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ് അർത്ഥം. അതായത് സ്ട്രിക്ട് ലയബിലിറ്റി ഇൻ ടോർട്ട് ലോ is a doctrine that holds a defendant liable for damages or injuries caused by their action or products, even if they were not at fault or intended to cause harm. സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഡോക്ട്രൈൻ ആണ്. ആ ഡോക്ട്രൈനിൽ പറയുന്നത് ഒരു ഡിഫൻഡന്റ് ആയിട്ടുള്ള ആള് അയാളുടെ ഭാഗത്തു നിന്ന് വന്ന ആക്ടുകളുടെ പേരിൽ ഉണ്ടായിട്ടുള്ള ഇഞ്ചുറീസിന് അയാൾ ലയബിൾ ആകും. ഈവൻ ഇഫ് ദേ വെർ നോട്ട് അറ്റ് എ ഫോൾട്ട് ഓർ ഇന്റൻഡഡ് ടു കോസ് ഹാം. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ശ്രദ്ധയില്ലായ്മ സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും, സാധാരണഗതിയിൽ ഒരാളുടെ ഭാഗത്ത് നിന്ന് നെഗ്ലിജൻസ് ഉണ്ടായി അല്ലെങ്കിൽ ഒരാൾ മനഃപൂർവ്വം ചെയ്തു എങ്കിലാണ് അയാളെ ടോർഷ്യസ്ലി ലയബിൾ ആക്കുന്നത്. ദിസ് ഇസ് ദി ജനറൽ റൂൾ. ബട്ട് അയാളുടെ ഭാഗത്ത് നിന്ന് നെഗ്ലിജന്റ് ആയിട്ടുള്ള ആക്ട് വന്നിട്ടില്ല, മറ്റൊരാളെ ഹാം കോസ് ചെയ്യണം എന്ന ഇന്റൻഷനും അയാൾക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അയാളെ ശിക്ഷിക്കണം, അയാളെ ലയബിൾ ആക്കണം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറയുക. ദി ഐഡിയ ബിഹൈൻഡ് സ്ട്രിക്ട് ലയബിലിറ്റി ഇസ് ദാറ്റ് ഡിഫൻഡൻസ് ആക്ഷൻ വെർ ഡേഞ്ചറസ് ഇനഫ്. ഇങ്ങനെ സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്യാനുള്ള റീസൺ എന്താണ്? കാരണം ഡിഫൻഡന്റ് ചെയ്തിട്ടുള്ള പ്രവൃത്തി അത്രത്തോളം മാരകമായതാണ്. ഇറ്റ് വാസ് ഫോർസിയബിൾ someone could be injured. ഒന്ന് ഊഹിച്ചാൽ മനസ്സിലാവുമായിരുന്നു ഇതിലെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മറ്റാർക്കെങ്കിലും ഇഞ്ചുറി ഉണ്ടാകുമെന്ന് ഊഹിക്കാൻ പറ്റുന്ന തരത്തിൽ അത്രത്തോളം അപകടമുള്ള പ്രവൃത്തി ആയിരുന്നത് കൊണ്ടാണ് അയാളെ ശിക്ഷിക്കുന്നത്, അയാളുടെ ഭാഗത്തുനിന്ന് നെഗ്ലിജൻസ് ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ശരിക്കും ബ്രിട്ടീഷ് കോടതികൾ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് ഉണ്ടാകാനുള്ള റീസൺ റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. ആ കേസിൽ സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണ്. എന്താണ് റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറഞ്ഞ കേസിൽ സംഭവിച്ചത്? ഇവിടത്തെ ഡിഫൻഡന്റ് ആയിട്ടുള്ള ആള്, ഫ്ലെച്ചർ എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്തു? ഒരു മഴവെള്ള സംഭരണി പണിതു, ഒരു വാട്ടർ റിസർവോയറിന്റെ അകത്തുനിന്ന് ഒരു ലീക്ക് വന്നിട്ട് അതിലെ വെള്ളം ഒലിച്ച് നമ്മുടെ പ്ലെയിന്റിഫിന്റെ മൈനിങ് ഏരിയ, ഖനനം നടത്തുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ബോംബ് പടക്കമൊക്കെ വെച്ച് പൊട്ടിക്കുന്ന സ്ഥലമാണ്. അവിടെ ഫുള്ള് വെള്ളം കയറി ഫുള്ള് നശിച്ചു പോയി. അപ്പോൾ നമ്മുടെ പ്ലെയിന്റിഫ് ഡിഫൻഡന്റിനെതിരെ കേസ് കൊടുത്തു. ഡിഫൻഡന്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൻഡന്റിന്റെ മഴവെള്ള സംഭരണി കാരണം എനിക്ക് ഇത്ര നഷ്ടം ഉണ്ടായി. അപ്പൊ ഡിഫൻഡന്റ് ഒരു എക്സെപ്ഷൻ എടുത്ത് നോക്കി. ഡിഫൻഡന്റ് പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ, അറിയാതെ ലീക്ക് വന്ന് വെള്ളം പോയതാണല്ലോ, മനഃപൂർവ്വം പൊട്ടിച്ച് വെള്ളം കളഞ്ഞതൊന്നും അല്ലല്ലോ, മനഃപൂർവ്വം അപകടം ഉണ്ടാക്കിയതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ കോടതി പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഫോൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ നിങ്ങളെ ലയബിൾ ആക്കാൻ പറ്റും. കാരണം നിങ്ങൾ കൊണ്ടുവന്ന ഒരു സാധനം അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. നിങ്ങൾക്കറിയാമായിരുന്നു ഇൻ കേസ് ഇത് പൊട്ടിത്തെറിച്ചാൽ മറ്റാളുകൾക്ക് നാശനഷ്ടം ഉണ്ടാവുമെന്നത്. എന്നിട്ടും നിങ്ങളത് ശ്രദ്ധിച്ചില്ല.
അപ്പോൾ ഇത് തനിയെ പൊട്ടിയതാണെങ്കിൽ പോലും നിങ്ങളെ തന്നെ ലയബിൾ ആക്കും എന്ന് കോടതി പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ കോടതി കൊണ്ടുവന്നത്, സ്ട്രിക്ട് ലയബിലിറ്റി. ഈവൻ ദോ പേഴ്സൺസ് അപ്പാർട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സൺസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നെഗ്ലിജൻസോ കെയർലെസ്നെസ്സോ ഉണ്ടാകാതെ തന്നെ അയാളെ ലയബിൾ ആക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റിനാണ് സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് വിളിക്കുക. ഈ ഒരു കേസിലൂടെയാണ് കോടതി ഈ ഒരു ലയബിലിറ്റി, ഈ ഒരു ഡോക്ട്രിൻ കൊണ്ടുവന്നത്. ദി കോൺസെപ്റ്റ് ഓഫ് സ്ട്രിക്ട് ലയബിലിറ്റി, സ്ക്രീൻ നിങ്ങൾ വായിക്കുക. ഇൻ ടോർട്ട് ഈസ് ഓൾസോ റിഫേർഡ് ആസ് നോൺ ഫോൾട്ട് ലയബിലിറ്റി. ഇതിനെ നോൺ ഫോൾട്ട് ലയബിലിറ്റി എന്നും പറയാറുണ്ട്. അതായത് ഫോൾട്ട് ഇല്ലാതെ തന്നെ ഒരാളെ ശിക്ഷിക്കുന്ന നിയമം എന്നും പറയാറുണ്ട്. വിച്ച് ക്യാൻ വെരി എക്സ്പ്ലെയിൻ ദിസ് കോൺസെപ്റ്റ് ഇൻ ആൻ ഒബ്വിയസ് മാനർ. ദി ലയബിലിറ്റി വുഡ് എക്സിസ്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഫോൾട്ട്. അതിന്റെ അർത്ഥം എന്താ? ഒരാളുടെ ഭാഗത്ത് നിന്ന് ഫോൾട്ട് ഉണ്ടായെങ്കിൽ മാത്രമേ ഒരാളെ ശിക്ഷിക്കാൻ പാടുള്ളൂ. ദിസ് ഇസ് ദി ജനറൽ റൂൾ. ഇവിടെ പറയുന്നത് ഫോൾട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാതെ തന്നെ അയാളെ ശിക്ഷിക്കാൻ പറ്റും, അയാൾക്ക് ലയബിലിറ്റി കൊടുക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഡോക്ട്രിനെയാണ് സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് വിളിക്കുക. ദർ ആർ എക്സിസ്റ്റ് സർട്ടൻ ആക്ടിവിറ്റീസ് വിച്ച് ആർ ഇൻഹെറന്റ്ലി സോ ഡേഞ്ചറസ്. കാരണം ചില പ്രവൃത്തികളുണ്ട്, അത് എന്തായാലും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് ഇൻ നേച്ചർ, ദാറ്റ് മിയർലി ക്യാരിങ് ദം ഓൺ possess a duty on the person who does so to compensate for any damage. അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം കൊണ്ടുവരുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇൻ കേസ് ആ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്നും മറ്റേതെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ അപകടത്തിന്റെ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ആ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം കൊണ്ടുവന്ന ആളുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ആ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവം പൊട്ടിയത് അയാളുടെ അറിവോട് കൂടിയാണെങ്കിലും അയാളുടെ നെഗ്ലിജൻസോട് കൂടിയാണെങ്കിലും അല്ല എങ്കിലും അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന ആളുടെ ഡ്യൂട്ടിയാണ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതാണ് കോടതി പറഞ്ഞ ഒരു റൂൾ. ഈ ഒരു റൂളിനെ പറയുന്ന പേരാണ് ഡോക്ട്രിൻ ഓഫ് സ്ട്രിക്ട് ലയബിലിറ്റി. ഈവൻ ദോ ഡിഫൻഡന്റിന്റെ ഭാഗത്ത് നിന്ന് നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ, ഫോൾട്ട് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ, ഇറസ്പെക്റ്റീവ് ഓഫ് ലുക്കിംഗ് വെദർ ദർ ഇസ് എനി ഫോൾട്ട് എക്സിസ്റ്റിംഗ്, എനി ഇന്റൻഷൻ ടു കമ്മിറ്റ് എ ക്രൈം അല്ലെങ്കിൽ ഇന്റൻഷൻ ടു കോസിങ് ഹേർട്ട്, ഇതൊന്നും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ ഒരാളെ ലയബിൾ ആക്കാൻ പറ്റും എന്ന് പറയുന്ന ടോപ്പിക്കിനെയാണ് സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് വിളിക്കുക. The rationale behind imposing such liability, it is a foreseeable risk involved in such activities. കാരണം എന്താ ഇവിടെ റീസൺ പറയുന്നത്? ഇത് ഫോർസിങ് ചെയ്യാൻ പറ്റുമായിരുന്നു, എന്നിട്ട് അത് ഫോർസിങ് ചെയ്തില്ല. അതാണ് ഇവിടുത്തെ റീസൺ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദിസ് പ്രിൻസിപ്പിൾ വാസ് ഫസ്റ്റ് അപ്ലൈഡ് ബൈ ദി ഹൗസ് ഓഫ് ലോർഡ് ഇൻ ദി കേസ് ഓഫ് റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ. ആദ്യമായിട്ട് ഈ ഒരു കേസ് അപ്ലൈ ചെയ്തത് റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറഞ്ഞ കേസിന്റെ അകത്താണ്. ആ കേസ് ഏതാണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. അതെ, ദി കേസ് ഓഫ് റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ in the year 1868, it was laid down by the Blackburn justice. അന്നത്തെ ജഡ്ജായിരുന്ന ബ്ലാക്ക്ബേൺ എന്ന് പറഞ്ഞ വ്യക്തി പറയുകയുണ്ടായി, ദി പേഴ്സൺ ഹൂ ഫോർ ഹിസ് ഓൺ പർപ്പസ് ബ്രിങ്സ് ഓൺ ഹിസ് ലാൻഡ്. ഒരാൾ സ്വന്തം ആവശ്യത്തിന് തന്റെ ഭൂമിയിൽ ആൻഡ് കളക്ട്സ് ആൻഡ് കീപ്സ് ദർ എനിത്തിങ് ലൈക്ലി ടു ഡു മിസ്ചിഫ്. ഏതെങ്കിലും രീതിയിൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ തന്റെ ഭൂമിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് എസ്കേപ്സ് മസ്റ്റ് കീപ് it at his peril, and if he does not so is prima facie answerable for the all damage which is the natural consequences for its escape. അങ്ങനെ തന്റെ ഭൂമിയിൽ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരികയും അതിലൂടെ അപകടം ഉണ്ടാവുകയും ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടത് അത് കൊണ്ടുവന്ന ആളാണ്, ഈവൻ ദോ അയാളുടെ ഭാഗത്ത് നിന്ന് നെഗ്ലിജൻസ് ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും എന്നതാണ് ഈ ഒരു കോൺസെപ്റ്റിന്റെ അകത്ത് ഈ ഒരു കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞത്. അങ്ങനെയാണ് സ്ട്രിക്ട് ലയബിലിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്തത്. ഈ ഒരു ലയബിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ എല്ലാ ആളുകൾക്കും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. ഞാൻ മഴവെള്ള സംഭരണി പണിതതാണ്, എന്റെ അറിവില്ലാതെ തനിയെ പൊട്ടിയതാണ്, അപ്പൊ പിന്നെ എന്നെ ലയബിളാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ആ മഴവെള്ള സംഭരണിയുടെ വെള്ളം ചെന്ന് പതിച്ച ആളുകൾക്ക് ഫുള്ള് നഷ്ടം. ഇദ്ദേഹത്തിന് നെഗ്ലിജൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ബാക്കിയുള്ളവർക്ക് നഷ്ടം ഉണ്ടായി, ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ അവിടെയൊക്കെ റേസ് ആവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡോക്ട്രൈൻ കൊണ്ടുവന്നത് കോടതി. സ്ട്രിക്ട് ലയബിലിറ്റി എന്ന കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ 2-3 എലമെന്റ്സ് ഉണ്ട്. 1, 2, 3, 4 എലമെന്റ്സ് ഉണ്ട്. 4 എലമെന്റ്സ് നോക്കുക. ഈ 4 എലമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു സ്ഥലത്ത് നമുക്ക് സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ടു പ്രൂവ് എ കേസ് ഓഫ് സ്ട്രിക്ട് ലയബിലിറ്റി ദി ഫോളോയിങ് ഇൻഗ്രീഡിയൻസ് മസ്റ്റ് ബി ഫുൾഫിൽഡ്. ഒരു സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കണം. 1, ഡേഞ്ചറസ് തിങ്. എ പേഴ്സൺ ക്യാൻ ബി ഹെൽഡ് സ്ട്രിക്ട്ലി ലയബിൾ. ഒരാളെ സ്ട്രിക്ട് ലയബിൾ ആക്കണമെങ്കിൽ ഓൺലി ഇൻ ദി കേസസ് വെയർ എ ഡേഞ്ചറസ് സബ്സ്റ്റൻസ് എസ്കേപ്സ് ഫ്രം ദെയർ ലാൻഡ്. തന്റെ ഭൂമിയിൽ നിന്നും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കണം അവിടെ നിന്ന് പൊട്ടിത്തെറിക്കേണ്ടത്. ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയൊരു ഭിത്തി പണിതു.
അത് പൊട്ടി കാറ്റടിച്ച് വീശിയപ്പോ അത് തകർന്നടിച്ച് അപ്പുറത്ത് പോയി. അപ്പൊ ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമല്ല, ചെറിയൊരു ഭിത്തിയാണ് പണിതത്. അപ്പൊ ഇവിടെ ഒന്നും സ്ട്രിക്ട് ലയബിലിറ്റി എനിക്ക് റൈസ് ആവില്ല. ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഫോർസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹസാഡസ് ആയിട്ടുള്ള ഒരു ഡേഞ്ചറസ് സാധനമായിരിക്കണം ഒരാൾ തന്റെ ഭൂമിയിൽ കൊണ്ടുവരേണ്ടത്. ഇതാണ് ഒന്നാമത്തെ എലമെന്റ്. രണ്ടാമത്തെ എലമെന്റ് എസ്കേപ്പ്. ഭൂമിയിൽ കൊണ്ടുവന്നാൽ മാത്രം സ്ട്രിക്ട് ലയബിലിറ്റി ആവൂല. അതെന്താവണം? അത് പൊട്ടി പുറപ്പെടണം. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ മഴവെള്ള സംഭരണി കൊണ്ടുവന്നാൽ മാത്രമേ അയാളെ ലേബിൾ ആക്കാൻ പറ്റില്ലല്ലോ, അത് പൊട്ടിയത് കൊണ്ടാണല്ലോ അയാൾ ലേബിൾ ആയത്. യെസ്, ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ദാറ്റ് സച്ച് ഡേഞ്ചറസ് തിങ് മസ്റ്റ് എസ്കേപ്പ് ഫ്രം ദി പ്രമൈസസ് ഓഫ് ദി ഡിഫൻഡന്റ്. തന്റെ ഭൂമിയിൽ നിന്നും പൊട്ടി മറ്റൊരാളുടെ ഭൂമിയിലോട്ട് അത് കടന്നിരിക്കണം, എങ്കിൽ മാത്രമേ അയാളെ ലേബിൾ ആക്കാൻ പറ്റുള്ളൂ. ഇതാണ് രണ്ടാമത്തെ എലമെന്റ്. അപ്പോൾ ഒന്ന്, ഒരാൾ തന്റെ ഭൂമിയിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൊണ്ടുവരിക എന്നുള്ളത് ഒരു എലമെന്റ് ആണ്. രണ്ടാമത്തെ എലമെന്റ് ആണ് അത് എസ്കേപ്പ് ചെയ്യുക എന്നുള്ളത്. തീർന്നില്ല, മൂന്നാമത്തതാണ് ഡാമേജ്. എസ്കേപ്പ് ചെയ്താൽ മാത്രം പോരാ, മൂന്നാമത്തെ ആൾക്ക് അതുമൂലം നഷ്ടം ഉണ്ടാകണം. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മുടെ പ്ലെയിൻറ്റിഫിന്റെ മൈനിങ് ഏരിയയിൽ വന്നിട്ട് അദ്ദേഹത്തിന് ഒരുപാട് മോണിറ്ററി ലോസ് ഉണ്ടായി, അതാണ് ഡാമേജ്. There must be damage suffered by the plaintiff as a direct consequences of the dangerous thing that escaped. ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് എസ്കേപ്പ് ചെയ്താലും പോരാ, ഡാമേജ് കൂടെ ഉണ്ടാവണം. മൂന്നാമതൊരാൾക്ക് ഇതിന്റെ ഡയറക്റ്റ് കോൺസിക്വൻസ് എന്നോളം നഷ്ടങ്ങൾ ഉണ്ടാകണം. നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്ട്രിക്ട് ലയബിലിറ്റി ഒരാളിൽ അപ്ലൈ ചെയ്ത് അയാളെ ലയബിളാക്കാൻ പറ്റുള്ളൂ. തീർന്നില്ല, ഒരു എലമെന്റ് കൂടി ഉണ്ട്, അതാണ് നോൺ നാച്ചുറൽ യൂസ് ഓഫ് ദി ലാൻഡ്. ഒരാൾ തന്റെ ഭൂമിയിൽ കൊണ്ടുവരുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം അത് നോൺ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും സാധനമായിരിക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു മരം പണിതു. മരം എന്നുള്ളത് ഒരു നാച്ചുറൽ സാധനമാണ്. അപ്പോൾ മരത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസിനെ എന്നെ സ്ട്രിക്റ്റ് ലയബിൾ ആക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റൂല. നോൺ നാച്ചുറൽ, അവിടെ കണ്ടില്ലേ, ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു, നാച്ചുറൽ അല്ലാത്ത രീതിയിൽ ഒരു മഴവെള്ള സംഭരണി പണിതു. അതൊരു നോൺ നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള സബ്സ്റ്റൻസ് ആയിരിക്കണം അയാൾ പണിതത്. അത് ഡേഞ്ചറസ് ആയിരിക്കണം, അത് എസ്കേപ്പ് ചെയ്യണം, മറ്റൊരാൾക്ക് ഡാമേജ് ഉണ്ടാകണം. അതേപോലെ അത് നോൺ നാച്ചുറൽ യൂസ് ഓഫ് ദി ലാൻഡ് ആകണം. ഈ 4 എലമെന്റ്സ് കൂടെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഒരു ആളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്ത് ഒരാളെ ശിക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന പോയിന്റ് നോക്കി വെക്കാം. അപ്പോൾ ഒരാൾക്ക് നേരെ നമുക്ക് സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ വി നീഡ് ടു പ്രൂവ് 4 എലമെന്റ്സ് ഹാസ് ബീൻ പ്രൂവ്ഡ് ഇൻ ദി സൈഡ് ഓഫ് ഡിഫൻഡന്റ്. അത് ഏതൊക്കെയാണ്? അയാൾ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൊണ്ടുവന്നു, അത് എസ്കേപ്പ് ആയി, അതുമൂലം മൂന്നാമതൊരാൾക്ക് കോൺസിക്വൻസസ് ഉണ്ടായി, നാലാമത് അത് നോൺ നാച്ചുറൽ യൂസ് ഓഫ് ദി ലാൻഡ് ആയിരുന്നു അയാൾ ചെയ്തത് എന്നും പ്രൂവ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഇത് 4 പ്രൂവ് ചെയ്യാൻ ആർക്ക് സാധിച്ചു? കഴിഞ്ഞ കേസിൽ പ്ലെയിൻറ്റിഫിന് സാധിച്ചു. അതുകൊണ്ടാണ് ഡിഫൻഡന്റ് ആയിട്ടുള്ള ആളെ കോടതി ലയബിൾ ആക്കിയത്, റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറഞ്ഞ കേസിൽ. ഈ കേസിലാണ് കോടതി 4 എലമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തത്. തീർന്നില്ല, ഈ കോൺസെപ്റ്റിന്റെ 4 എലമെന്റ്സ് ഇവിടെ പറഞ്ഞു. എങ്കിലും ഇവിടെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എല്ലാ മാറ്റേഴ്സിലും അങ്ങനെയല്ലേ, കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടാവും. നിങ്ങളെല്ലാവരും ടൂറിന് വെക്കോ, ക്ലാസ്സിൽ എല്ലാവരും ടൂറിന് വെക്കോ, പരീക്ഷയിൽ തോറ്റ 2 കുട്ടികൾ ഒഴികെ, തോറ്റവര് അടുത്ത എക്സാമിന് വേണ്ടി ഇവിടെ ഇരുന്ന് പഠിക്കുക. അപ്പൊ ജനറൽ റൂൾ എന്താ? എല്ലാവരും ടൂറിന് പൊക്കോ എന്നുള്ളത്. പരീക്ഷക്ക് തോറ്റ 2 പേര് പോവണ്ട എന്നൊരു എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ എല്ലാ മേഖലയിലും നമുക്കൊരു ജനറൽ ആയിട്ടുള്ള റൂള് ഉള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് എക്സെപ്ഷൻസ് കാണാൻ പറ്റും അല്ലേ? അതെല്ലാ മേഖലയിലും ഉണ്ടാവും. അപ്പൊ ഇവിടെയും എക്സെപ്ഷൻസ് ഉണ്ട്. എല്ലാവരെയും ഇതുപോലെ സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റൂല, എല്ലാവരെയും നമുക്ക് സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്ത് ശിക്ഷിക്കാൻ സാധിക്കില്ല. ചില ആളുകൾക്ക് എക്സെപ്ഷൻ കിട്ടും. ചില ആളുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റൂല. അത് ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സെപ്ഷൻസ് ടു ദി റൂൾ ഓഫ് സ്ട്രിക്ട് ലയബിലിറ്റി ഇൻ ടോർട്ട്. ചില ആളുകൾ അവർ ചെയ്യുന്നത് സ്ട്രിക്ട് ലയബിലിറ്റിയുടെ എസെൻഷ്യൽ എലമെന്റ്സ് എല്ലാം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവരെ ലയബിൾ ആക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ചില ആളുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1, 2, 3, 4, 5, 6 രീതിയിലുള്ള ആളുകളെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തതാണ് ദി ഡിഫോൾട്ട് ഓഫ് ദി ക്ലൈമറ്റ്. ഒരു സെക്കൻഡ്. ഓക്കെ, ഒന്നാമത്തതാണ് ദി ഡിഫോൾട്ട് ഓഫ് ദി ക്ലൈമറ്റ്. പരാതിക്കാരന്റെ തെറ്റ് മൂലമാണ് അവിടെ അപകടം ഉണ്ടായത്. നേരത്തെ പറഞ്ഞ ഇൻസ്റ്റൻസ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പരാതി കൊടുത്തത് ഈ മൈനിങ് നടത്തുന്ന ആളാണല്ലോ പരാതി കൊടുത്തത്. എൻ്റെ അപ്പുറത്തെ വീട്ടിലെ മഴവെള്ള സംഭരണി പൊട്ടി എൻ്റെ വീട്ടിൽ വെള്ളം വന്നു.
അത് ഈ മൈനിങ് നടത്തുന്ന ആള് തന്നെ അവിടെ പോയിട്ട് അവിടെ സ്ക്രൂ ഡ്രൈവർ അടിച്ച് അവിടെ അടിച്ച് പൊട്ടിച്ചതാണ്, അല്ലെങ്കിൽ ഇയാളുടെ തന്നെ എന്തെങ്കിലും പ്രവൃത്തി മൂലം, അല്ലെങ്കിൽ ഇയാള് തന്നെ അവിടെ ചെന്ന് അതും ഇട്ടൊന്ന് പണിത് നോക്കിയതാണ്, അതിന്റെ വാൾവൊക്കെ തിരിച്ചപ്പോ അങ്ങനെ പൊട്ടിയതാണ്. അപ്പൊ എന്നിട്ട് തന്റെ ഭൂമിയിൽ പോയി അപകടം ഉണ്ടായി, പിന്നെ അയാൾക്ക് കേസ് കൊടുക്കാൻ പറ്റും? നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, മൈനിങ് നടത്തിയ ആളില്ലേ, അയാള് തന്നെ നമ്മുടെ ഡിഫൻഡന്റെ വീട്ടിൽ വന്നിട്ട് അയാള് തന്നെ അവിടെ നിന്ന് കുറച്ച് എന്തെങ്കിലും പണി ഒപ്പിച്ച് നോക്കി, വെറുതെ അതും ഇതും തിരിച്ചപ്പോഴാണ് അത് പൊട്ടിയത്. അങ്ങനെയാണ് അയാളുടെ പ്രോപ്പർട്ടിയിൽ വെള്ളം വന്ന് വീഴുന്നത്. അപ്പൊ ക്ലെയിമന്റ്, പരാതിക്കാരനായിട്ടുള്ള ആളുകളുടെ ഡിഫോൾട്ട് മൂലമാണ് ഡിഫൻഡന്റ് ഈ പ്രോപ്പർട്ടി പൊട്ടിയത് എങ്കിൽ തന്റെ ഭൂമിയിൽ വെള്ളം കയറി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ ഈ പരാതിക്കാരന് സാധിക്കൂല. അപ്പൊ ഈ പറയപ്പെട്ടുള്ള സ്ട്രിക്ട് ലയബിലിറ്റി ഡിഫൻഡന്റെ പേരിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂല, കോടതി അപ്ലൈ ചെയ്യൂല. അതാണ് ഒന്നാമത്തെ എക്സെപ്ഷൻ. ദി കേസസ് വെയർ ഡാമേജ് സഫേർഡ് ബൈ ദി പ്ലെയിൻറ്റിഫ് ഡ്യൂ ടു ഹിസ് ഓൺ ഫോൾട്ട്, പ്ലെയിൻറ്റിഫിൻ്റെതായിട്ടുള്ള തെറ്റ് മൂലം മാത്രമാണ് പ്ലെയിൻറ്റിഫിന് അവിടെ ഡാമേജ് അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെയുള്ള കേസ് കെട്ടുകളിൽ ദി പ്രിൻസിപ്പിൾ ഓഫ് സ്ട്രിക്ട് ലയബിലിറ്റി വുഡ് നോട്ട് ബി അപ്ലൈഡ്, പ്രിൻസിപ്പിൾ ഓഫ് സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം നോക്കുക. ഇതാണ് ഒന്നാമത്തെ എക്സെപ്ഷൻ. രണ്ടാമത്തെ എക്സെപ്ഷൻ ആണ് ആക്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രവൃത്തി. എന്താണ് ദൈവത്തിന്റെ പ്രവൃത്തി? നാച്ചുറൽ കലാമിറ്റീസിനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് വിളിക്കുന്നത്. നാച്ചുറലി ഉണ്ടാകുന്ന മഴകള്, കൊടുങ്കാറ്റുകള്, അല്ലെങ്കിൽ ശക്തമായ ഇടിവെട്ടുകള്, അങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ആക്ട് ഓഫ് ഗോഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രവൃത്തി മൂലം അപകടം ഉണ്ടായി എങ്കിലും ഡിഫൻഡന്റിനെ സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്ത് ശിക്ഷിക്കാൻ പറ്റൂല. എന്റെ വീട്ടിലെ മഴവെള്ള സംഭരണി രാത്രി നല്ല കൊടുങ്കാറ്റടിച്ച് വീശിയപ്പോഴാണ് പൊട്ടി അപ്പുറത്തെ വീട്ടിലോട്ട് ഒഴിച്ചു പോയത്. ദെൻ എന്നെ ആ ഒരു ആക്ടിന്റെ പേരിൽ ലയബിളാക്കാൻ പറ്റൂല, കാരണം അത് ആക്ട് ഓഫ് ഗോഡ് ആണ്. എനിക്ക് എക്സെപ്ഷൻ കിട്ടും. ദി പ്രിൻസിപ്പിൾ ഓഫ് സ്ട്രിക്ട് ലയബിലിറ്റി ഇൻ ടോർട്ട്സ് വുഡ് നോട്ട് ബി അപ്ലിക്കബിൾ ടു ദി കേസസ് വെയർ ഡാമേജസ് കോസ്ഡ് ഡ്യൂ ടു ആക്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പ്രവൃത്തി മൂലം, വിച്ച് മീൻസ് നാച്ചുറൽ കലാമിറ്റീസ് മൂലം ഉണ്ടായിട്ടുള്ള അപകടങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റൂല. അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ആയിരുന്നു എങ്കിൽ ആ അപകടങ്ങൾ ഉണ്ടാക്കിയത് ആക്ട് ഓഫ് ഗോഡ് ആണ്, നാച്ചുറൽ ആയിട്ടുള്ള കലാമിറ്റീസും കാര്യങ്ങളും ആണെങ്കിൽ ഇൻ ദോസ് കേസസിലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഫൻഡഡ് ആയിട്ടുള്ള ആളെ നമുക്ക് സ്ട്രിക്ട് ലയബിലിറ്റി കൊടുക്കാൻ സാധിക്കില്ല. ഇതാണ് രണ്ടാമത്തെ എക്സെപ്ഷൻ. മൂന്നാമത്തെ എക്സെപ്ഷൻ ആണ് കൺസെന്റ് ഓഫ് ദി ക്ലെയിമന്റ്. ക്ലെയിമന്റിന്റെ അനുവാദം. ക്ലെയിമന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭൂമിയിലോട്ട് അത് പൊട്ടിത്തെറിച്ച് വന്നാലും എനിക്ക് കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ മൈനിങ്ങിന്റെ ആള് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക, എടാ നീ മഴവെള്ള സംഭരണി പണിതോ, എന്റെ അടുത്തോട്ട് വന്നാലും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടാ, അതൊന്നും സീനില്ല, ഞാൻ നോക്കിക്കോളാം, നമ്മൾ അയൽവാസികളല്ലേടാ, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് നേരത്തെ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൺസെന്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് അവന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ കേസ് കൊടുക്കാൻ പറ്റുമോ? സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് പറ്റൂല. ഓൾറെഡി ക്ലെയിമന്റിന്റെ കൺസെന്റ് കിട്ടിയിട്ടുണ്ട് അപകടം ഉണ്ടായാലും കുഴപ്പമില്ല എന്നുള്ളത്, എങ്കിൽ പിന്നെ ഡിഫൻഡന്റിന്റെ എതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. This is basically a defense of voluntary not fit injuria where the plaintiff has either explicitly or impliedly consented for the presence of such dangerous thing. ഇതിലൂടെ ഉണ്ടാകുന്ന അപകടം ഞാൻ നോക്കിക്കോളാം, എനിക്ക് കുഴപ്പമില്ല എന്ന അനുവാദം പ്ലെയിൻറ്റിഫ് തന്നെ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസിലും ഡിഫൻഡന്റ് ആയിട്ടുള്ള ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്ട്രിക്ട് ലയബിൾ ആക്കാൻ പറ്റൂല. ഇതാണ് മൂന്നാമത്തെ എക്സെപ്ഷൻ. ഇനി നാലാമത്തെ എക്സെപ്ഷൻ ആണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. അതായത് ഗവൺമെന്റിന്റെ പ്രവൃത്തി, ഗവൺമെന്റിന്റെ അനുവാദത്തോടു കൂടി സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന പ്രവൃത്തി. സർക്കാർ ഉദ്യോഗസ്ഥർ ഇൻസ്പെക്ഷൻ നടത്താൻ വന്നു, അപ്പൊ ഇൻസ്പെക്ഷന് വേണ്ടി അളവെടുക്കണമായിരുന്നു, ആ ഒരു ടൈമിലാണ് അത് പൊട്ടിയത് എങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ള ആളുടെ വീട്ടിലോട്ട് വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓണറിനെതിരെ ആ വീട്ടുകാർക്ക് കേസ് കൊടുക്കാൻ പറ്റൂല, കാരണം സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ സ്റ്റാറ്റ്യൂട്ടറി പരമായിട്ടുള്ള അതോറിറ്റി യൂസ് ചെയ്യുന്ന സമയത്താണ് അപകടം സംഭവിച്ചത്. ഇഫ് എ പെർട്ടിക്കുലർ ആക്ട് ഇസ് ഡൺ അണ്ടർ ഓതറൈസേഷൻ ഓഫ് ലോ ഓർ സ്റ്റാറ്റ്യൂട്ട്, ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിലാണ് ഒരു അപകടം ഉണ്ടായതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആൻ ആക്ട് ഡൺ ബൈ ദി ഗവൺമെന്റ് ഏജൻസി സച്ച് ആൻ ആക്ട് കനോട്ട് ബി മെയ്ഡ് സ്ട്രിക്ട്ലി ലയബിൾ. ഒരു ഗവൺമെന്റ് ഏജന്റ് ആണ് അത് ചെയ്തത്, ആ ഒരു ടൈമിലാണ് ആ ഒരു ലയബിലിറ്റി, ആ ഒരു അപകടം ഉണ്ടായതെങ്കിൽ അവിടെയും ഡിഫൻഡന്റ് ആയിട്ടുള്ള ആളെ സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്ത് ലയബിൾ ആക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്യുക. നമ്മൾ 4 സാഹചര്യങ്ങൾ പറഞ്ഞു. ഡിഫോൾട്ട് ഓഫ് ദി ക്ലെയിമന്റ്, ആക്ട് ഓഫ് ഗോഡ്, കൺസെന്റ് ഓഫ് ദി ക്ലെയിമന്റ്, സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്നതും നോക്കി. അടുത്തതാണ് ആക്ട് ഓഫ് ദി തേർഡ് പാർട്ടി. മൂന്നാമതൊരാളുടെ പ്രവൃത്തി മൂലമാണ് അപകടം ഉണ്ടായതെങ്കിൽ ഡിഫൻഡന്റ് ആയിട്ടുള്ള ആൾക്കെതിരെ നമുക്ക് ലയബിലിറ്റി അറൈസ് ചെയ്യാൻ പറ്റൂല. മൂന്നാമതായിട്ടുള്ള ആളെ മാത്രമേ നമുക്ക് ലയബിൾ ആക്കാൻ പറ്റുള്ളൂ.
അതായത് അതിലെ കൂടി പോയ ഒരു ചേട്ടൻ വന്നിട്ട് ടാപ്പ് തിരിച്ചപ്പോഴാണ് പെട്ടെന്ന് ഈ മഴവെള്ള സംഭരണി പൊട്ടിയത് എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ ആക്ട് ഓഫ് ഗോഡ് ആണല്ലോ. അപ്പോൾ ആ ഒരു ആക്ട് ഓഫ് ഗോഡ് അല്ല, ആക്ട് ഓഫ് തേർഡ് പേഴ്സൺ ആണ്, തേർഡ് പാർട്ടി ആണ്. ആ ഒരു ഡിഫൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിഫൻഡന്റിനെതിരെ സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. A defendant can claim a defense from strict liability in torts where damage is caused to the fault of stranger or a third party. അവിടെ അപകടം ഉണ്ടായത് ഏതെങ്കിലും ഒരു തേർഡ് പേഴ്സൺ, ഡിഫൻഡന്റിന്റെ പ്രവൃത്തി മൂലമല്ല, ഒരു തേർഡ് പേഴ്സന്റെ പ്രവൃത്തി മൂലമാണ് അവിടെ അപകടം ഉണ്ടായത് എന്ന് സ്ഥാപിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പോഴും ഡിഫൻഡന്റിനെതിരെ നമുക്ക് സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന പോയിന്റും കൂടി നോക്കി വെക്കുക. അപ്പോൾ ആക്ട് ഓഫ് തേർഡ് പേഴ്സൺ ആ ഒരു ഡിഫൻസ് നമുക്ക് എടുക്കാം. ഇതൊരു എക്സെപ്ഷൻ ആണ്. ഇവിടെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫൻഡന്റ് ആയിട്ടുള്ള ആളെ സ്ട്രിക്ട്ലി ലയബിൾ ആക്കാൻ സാധിക്കില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സെപ്ഷൻ ഇസ് കോമൺ ബെനിഫിറ്റ്. ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ്, ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം കൊണ്ടുവന്നു, അത് എസ്കേപ്പ് ചെയ്തു, ഡാമേജ് ഉണ്ടായി. അങ്ങനെ ഡാമേജ് ഒക്കെ ഉണ്ടാകാൻ കാരണമായി മാറിയ ആ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം കോമൺ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സാധനമായിരുന്നു എന്ന് വിചാരിക്കാം. ആ നാട്ടിലെ എല്ലാ ആളുകൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു സാധനമായിരുന്നു. ഞാൻ മഴവെള്ള സംഭരണി പണിതിട്ട് നിങ്ങൾ എൻ്റെ അയൽവാസികൾ എല്ലാവരും അതിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട്. അതിശക്തമായ വേനൽക്കാലം വരുമ്പോൾ നിങ്ങൾ എല്ലാവരും അതിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. കോമൺ ആയിട്ട് ബെനിഫിറ്റ് കിട്ടുന്ന നിങ്ങൾ എല്ലാവരും ബെനിഫിറ്റ് എടുക്കുമായിരുന്നു. എന്നിട്ടാണത് പൊട്ടിയത്. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റൂല, സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്യാൻ പറ്റൂല. ഇവിടെ എനിക്കെതിരെ സ്ട്രിക്ട് ലയബിലിറ്റി എടുക്കൂല. കാരണം ആ ഒരു പെർട്ടിക്കുലർ സാധനം എല്ലാവർക്കും ഒരുപോലെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന സാധനമായിരുന്നു. അതിന്റെ ഡാമേജ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഈ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല, സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റൂല. വേർ ദി സോഴ്സ് ഓഫ് ഡേഞ്ചർ ഇസ് മെയിൻറ്റെയിൻഡ് ഫോർ ദി കോമൺ ബെനിഫിറ്റ് ഓഫ് ബോത്ത് പ്ലെയിൻറ്റിഫ് ആൻഡ് ഡിഫൻഡന്റ്. ആ പ്രശ്നക്കാരനായിട്ടുള്ള ഒബ്ജക്റ്റ് ഡിഫൻഡന്റിന് മാത്രമല്ല പ്ലെയിൻറ്റിഫിനും ഉപകാരപ്പെട്ടിരുന്ന ഒരു സാധനമായിരുന്നു എങ്കിൽ ആ ഒരു സിറ്റുവേഷനിലും നമുക്ക് ഡിഫൻഡന്റിനെതിരെ സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്ത് കേസ് എടുക്കാൻ സാധിക്കില്ല എന്ന പോയിന്റ് എന്ത് ചെയ്യുക, ഇവിടെ നോട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ 6 കാര്യങ്ങൾ പറഞ്ഞു, 4 എലമെന്റ്സും പഠിച്ചു, റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറഞ്ഞ കേസും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നോക്കാനുള്ളത്. നമുക്ക് അബ്സല്യൂട്ടും കൂടി നോക്കണം. അത് ചെറിയൊരു കോൺസെപ്റ്റ് ആണ്. സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളുടെ ഭാഗത്ത് നിന്ന് ഫോൾട്ട്, നോൺ ഫോൾട്ട് ലയബിലിറ്റി എന്നും അതിനെ അറിയപ്പെടും. ഒരാളുടെ ഭാഗത്ത് നിന്ന് അയാൾ ചെയ്ത ആക്ടിൽ അയാൾക്ക് ഇന്റൻഷൻ ടു കോസ് ഹാം ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, അയാളുടെ ഭാഗത്ത് നിന്ന് ഫോൾട്ട് നടന്നിട്ടുണ്ടാവട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, കെയർലെസ്നെസ് ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, ഇതൊന്നും നോക്കാതെ തന്നെ ഒരാൾ തന്റെ ഭൂമിയിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം കൊണ്ടുവന്നു, അത് മറ്റേ ഭൂമിയിലോട്ട് എസ്കേപ്പ് ആയി, അതുമൂലം മൂന്നാമതൊരാൾക്ക് ഡാമേജ് ഉണ്ടായി. ആ ഒരു പെർട്ടിക്കുലർ സാധനം നോൺ നാച്ചുറൽ യൂസ് ഓഫ് ദി ലാൻഡ് ആണ്. ഈ പറയപ്പെട്ടുള്ള എലമെന്റ്സ് എല്ലാം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ ഡിഫൻഡന്റിനെ സ്ട്രിക്ട്ലി ലയബിൾ ആക്കാൻ സാധിക്കും എന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. കുറച്ച് എക്സെപ്ഷൻസ് നമ്മൾ പഠിച്ചു. എക്സെപ്ഷൻസ് ഏതൊക്കെയാണ്? ഡിഫോൾട്ട് ഓഫ് ദി ക്ലെയിമന്റ്, ആക്ട് ഓഫ് ഗോഡ്, കൺസെന്റ് ഓഫ് ദി ക്ലെയിമന്റ്, സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി, ആക്ട് ഓഫ് ദി തേർഡ് പാർട്ടി, കോമൺ ബെനിഫിറ്റ്. ഈ പറയപ്പെട്ടുള്ള 6 ഡിഫൻസുകളാണ്. ഈ 6 സിറ്റുവേഷൻസിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫൻഡന്റിനെ സ്ട്രിക്ട്ലി ലയബിൾ ആക്കാൻ പറ്റൂല എന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് അബ്സല്യൂട്ട് ലയബിലിറ്റി എന്നൊരു കോൺസെപ്റ്റ് കൂടിയാണ്. അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ എളുപ്പമുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന കോൺസെപ്റ്റ് ഉണ്ടാകാനുള്ള കാരണം ആദ്യം പറയാം. ആദ്യം അബ്സല്യൂട്ട് ലയബിലിറ്റി എന്നാൽ എന്താന്ന് പറയാം, എന്നിട്ട് കാരണം പറയാം. അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്ട് ലയബിലിറ്റിയുടെ അതേ കോൺസെപ്റ്റ് തന്നെയാണ്, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സ്ട്രിക്ട് ലയബിലിറ്റി ആൻഡ് അബ്സല്യൂട്ട് ലയബിലിറ്റി ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഹാസ് എക്സെപ്ഷൻ, സെക്കൻഡ് വൺ ഡസിന്റ്. സ്ട്രിക്ട് ലയബിലിറ്റിന്റെ അകത്ത് ഒരു 6 എക്സെപ്ഷൻ നമ്മൾ പറഞ്ഞു. അതായത് 6 എക്സെപ്ഷണൽ സിറ്റുവേഷൻസിന്റെ അകത്ത് നമുക്ക് ഡിഫൻഡന്റ് ആയിട്ടുള്ള ആളെ ലയബിൾ ആക്കാൻ പറ്റൂല, ഡിഫൻഡന്റിന് നേരെ സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റൂല, ഡിഫൻഡന്റിന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും എന്ന കുറച്ച് എക്സെപ്ഷൻസ് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് വൺ അബ്സല്യൂട്ട് ലയബിലിറ്റി ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എക്സെപ്ഷൻസ് ഒന്നുമില്ല. അയാൾ ഒരു ഭൂമിയിൽ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ, ഒരു എക്സെപ്ഷനും ഇല്ല. തേർഡ് പേഴ്സന്റെ പ്രവൃത്തി മൂലം പൊട്ടിയതാണ്, അല്ലെങ്കിൽ ആക്ട് ഓഫ് ഗോഡ് മൂലം പൊട്ടിയതാണ്, എങ്ങനെയൊക്കെ പൊട്ടിയതാണെങ്കിലും എന്തൊക്കെ സംഭവിച്ചതായിട്ടാണെങ്കിലും ഒരു എക്സെപ്ഷനും ഇല്ല. ഒരാൾ തന്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം കൊണ്ടുവന്ന അയാൾ അബ്സല്യൂട്ട്ലി ലയബിൾ ആകും എന്ന് പറയുന്ന ടോപ്പിക്കിനെയാണ് അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. സ്ട്രിക്ട് ലയബിലിറ്റിന്റെ അകത്ത് 6 എക്സെപ്ഷൻ ഉണ്ട്. അബ്സല്യൂട്ട് ലയബിലിറ്റിന്റെ അകത്ത് എന്തില്ല, എക്സെപ്ഷൻസ് ഇല്ല. ഇതാണ് കീ ഡിഫറൻസ്. ഈ അബ്സല്യൂട്ട് ലയബിലിറ്റി കൊണ്ടുവരാൻ കാരണം എന്താ അറിയോ?
1900 സംതിങ്ങില് നമ്മുടെ രാജ്യത്ത് ഒരു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറഞ്ഞ വലിയൊരു ദുരന്തം നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ അകത്ത് പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടമായി, ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ രീതിയിലുള്ള മാരകമായിട്ടുള്ള ഇഞ്ചുറി ഉണ്ടായി. അപ്പോ ഒരു അമേരിക്കൻ സപ്പോർട്ട് കൂടി നടന്നുകൊണ്ട് പോകുന്ന ഒരു ഫെർട്ടിലൈസിങ് കമ്പനിയുടെ ഒരു ലീക്ക്, ഒരു പ്രത്യേകതരം ദ്രാവകം ലീക്കായിട്ടാണ് ഇത്ര വലിയ അപകടം ഉണ്ടായത്. അപ്പൊ നമ്മൾ ഈ ഒരു കേസിന്റെ അകത്തും സ്ട്രിക്ട് ലയബിലിറ്റി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഡിഫൻഡന്റ് എന്താവും, ഊരിപ്പോരും. ഇതിനെ മുതലാളി പറയുന്നതാണ് ഇത് ഇങ്ങനെ ലീക്ക് ആവാൻ കാരണം ഒരു തൊഴിലാളി പൊട്ടിച്ചത് കൊണ്ടാണ്, ഒരു തേർഡ് പേഴ്സൺ പൊട്ടിച്ചത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഇത് ലീക്കായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്ട് ലയബിലിറ്റിയിൽ ഉണ്ടല്ലോ, എക്സെപ്ഷൻ ഉണ്ടല്ലോ. തേർഡ് പേഴ്സന്റെ ആക്ട് മൂലമാണ് സംഭവിച്ചതെങ്കിൽ ഡിഫൻഡന്റിനെ ലയബിളാക്കാൻ പറ്റൂല, എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്താലും മുതലാളി സിമ്പിൾ ആയിട്ട് പറയും അത് മൂന്നാമതൊരാൾ ചെയ്തതുകൊണ്ടാണ് അത് പൊട്ടിയത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഫൻസ് എടുത്ത് മുതലാളിക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ മുതലാളി രക്ഷപ്പെട്ടാൽ ഈ ഇത്രയും പേരുടെ ഇഞ്ചുറി ഇവിടെ ഉണ്ടായി, ഇത്രയും പേര് മരിച്ചുപോയി, ഇത്രയും പേരുടെ ജീവന് ഹാനികരം ഉണ്ടായി. അപ്പൊ അവർക്കൊക്കെ ആര് കോമ്പൻസേഷൻ കൊടുക്കും? മുതലാളി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോ അത് അനുവദിച്ചുകൂടാ. ഭയങ്കര വലിയ ഇഷ്യൂ അല്ലേ? അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ കോടതി പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ആ കോൺസെപ്റ്റിന്റെ പേരാണ് അബ്സല്യൂട്ട് ലയബിലിറ്റി. അതായത് ഒരാള് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് തന്റെ ഭൂമിയിൽ കൊണ്ടുവന്നാൽ അയാൾ അതിന് ലയബിൾ ആകും. അതിന്റെ പേരിൽ ഉണ്ടാകാവുന്ന എല്ലാ കോൺസിക്വൻസസിനും അയാൾ തന്നെ ലയബിൾ ആകും. അവിടെ ആക്ട് ഓഫ് തേർഡ് പേഴ്സൺ മൂലമുണ്ടായതാണ്, ആക്ട് ഓഫ് ഗോഡ് മൂലമുണ്ടായതാണ്, കൺസെന്റ് ഓഫ് ദി ക്ലെയിമന്റ് മൂലമുണ്ടായതാണ്, കൺസെന്റ് ഓഫ് ദി പ്ലെയിന്റിഫ് മൂലമുണ്ടായതാണ്, ഡിഫോൾട്ട് ഓഫ് ദി പ്ലെയിന്റിഫ് മൂലമുണ്ടായതാണ്. ഇങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു സാധനം തന്റെ ഭൂമിയിൽ കൊണ്ടുവന്നാൽ ക്ലിയർലി അയാൾ തന്നെ അതിന്റെ ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും. ഒരു എക്സെപ്ഷനും അയാൾക്കില്ല എന്നാണ് കോടതി ഈ ഒരു ഡോക്ടറിലൂടെ പറഞ്ഞത്. അങ്ങനെ അതിന്റെ ഓണറിനെ കോടതി ശിക്ഷിച്ചു. എത്രയോ കോടി രൂപ കോമ്പൻസേഷൻ കൊടുക്കാൻ കോടതി വിധിക്കുകയുണ്ടായി. The principle of absolute liability was evolved in India in the case of MC Mehta versus Union of India, properly known as Oleum gas leakage case. Oleum gas leakage case എന്നാണ് ഇതിനെ അറിയപ്പെടാറ്. This is one of the landmark judgments of Indian judiciary. We have always followed the British rules and regulation even after independence. ഇൻഡിപെൻഡൻസിന് ശേഷവും നമ്മൾ ബ്രിട്ടീഷ് നിയമങ്ങളാണ് സ്വീകരിച്ചിരുന്നത്. ബിഫോർ ദി എവല്യൂഷൻ ഓഫ് ദിസ് ഡോക്ട്രിൻ, അബ്സല്യൂട്ട് ലയബിലിറ്റി ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യ ഫോളോ ചെയ്തിരുന്നത്, ഇന്ത്യ ഇസ് ബീങ് ഫോളോഡ് ദി സ്ട്രിക്ട് ലയബിലിറ്റി ഡോക്ട്രിൻ. ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ് ഇന്ത്യ ഫോളോ ചെയ്തത്. ബട്ട് ദി പ്രോബ്ലം വിത്ത് ദാറ്റ്, പ്രോബ്ലം അതാണ്, ഡോക്ട്രിൻ വാസ് ഇറ്റ് ഹാസ് സോ മെനി എക്സെപ്ഷൻ. ആ ഒരു ഡോക്ട്രിനിൽ കുറെ എക്സെപ്ഷൻസ് ഉണ്ട്. ദാറ്റ് ദി ഗിൽറ്റി വൺ ഓൾവേസ് യൂസസ് വൺ ഓഫ് ദി എക്സെപ്ഷൻ. അപ്പൊ തെറ്റ് ചെയ്ത ആൾ എപ്പോഴും എന്ത് ചെയ്യും? ആ എക്സെപ്ഷൻസിൽ ഒന്ന് യൂസ് ചെയ്ത് രക്ഷപ്പെട്ടു പോകും. ആൻഡ് വാസ് ഡൺ എവേ വിത്ത് ദി ക്രൈം കമ്മിറ്റഡ്. എന്നിട്ട് ചെയ്ത തെറ്റിന്ന് എങ്ങനെയും ഒഴിവായി പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു ഡോക്ട്രൈനിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇന്ത്യ ഫോളോ ചെയ്തിരുന്നതും അങ്ങനെ ഒരു ഡോക്ട്രൈൻ ആയിരുന്നു. ബട്ട് ആഫ്റ്റർ ദി ഭോപ്പാൽ ലീക്കേജ് കേസ്, ഈ ഒരു കേസ് ഉണ്ടായതിനു ശേഷം ഇന്ത്യ ആ ഒരു ഡോക്ട്രൈൻ വിട്ടുകളഞ്ഞു. ഇനി ആ ഡോക്ട്രൈൻ അല്ല ഇന്ത്യ സ്വീകരിക്കുന്നത്. മെനി പീപ്പിൾ ഹാവ് ലോസ്റ്റ് ദിയർ ലൈഫ്സ്. ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമായി, ഒരുപാട് ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ ഒരുപാട് ഇഞ്ചുറി ഉണ്ടായി. So the court decided to depart from the strict liability principle and develop a new principle that is an absolute liability. ഇങ്ങനെ വന്നപ്പോഴാണ് കോടതി എന്ത് ചെയ്തത്? കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ തീരുമാനിക്കുകയും അങ്ങനെ ഒരു കോൺസെപ്റ്റ് അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവരികയും ചെയ്തത്. This rule was laid down by the Supreme Court, which is so much wider with respect to the rules that was laid down by the House of Lords in the case of Ryland versus Fletcher. അതിനേക്കാൾ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡോക്ട്രൈൻ ആണ്. ഈ ഒരു ഡോക്ട്രൈനിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എക്സെപ്ഷൻ ഇല്ല. മറ്റേ ഡോക്ട്രൈനിൽ എക്സെപ്ഷൻ ഉണ്ട് എങ്കിൽ ഈ ഒരു ഡോക്ട്രൈനിൽ എന്തില്ല? എക്സെപ്ഷൻസ് ഇല്ല. അപ്പോൾ ഒരാൾ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്ത് അതിന്റെ പേരിൽ കോൺസിക്വൻസസ് മറ്റാളുകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത ആൾ അതിന്റെ ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും. അത് ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ സാഹചര്യത്തിന്റെ പുറത്തുണ്ടായതാണെങ്കിലും ഒരു രീതിയിലുള്ള എക്സെപ്ഷനും ഓണറിന് കിട്ടൂല എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഇത് ഇന്ത്യൻ ജുഡീഷ്യറി ഇവോൾവ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇതിനു മുന്നേ വരും ഇന്ത്യൻ ജുഡീഷ്യറി ഫോളോ ചെയ്തിരുന്നത് സ്ട്രിക്ട് ലയബിലിറ്റി ആയിരുന്നു. ബട്ട് ഇപ്പൊ സ്ട്രിക്ട് ലയബിലിറ്റി മാറ്റി അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അത് MC Mehta വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിലൂടെയാണ് കോടതി കൊണ്ടുവന്നത്. എപ്പോഴാണ്? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഉണ്ടായ സമയത്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ കീ ഡിഫറൻസ് ഇതാണ്. മറ്റേതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട്, ഇവിടെ എക്സെപ്ഷൻസ് ഇല്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെയിൻ ഡിഫറൻസ്. അത് ബ്രിട്ടീഷ് കോർട്ട് കൊണ്ടുവന്ന നിയമമാണ്. ഇതെന്താണ്? ഇത് ഇന്ത്യൻ കോടതി ഇവോൾവ് ചെയ്ത ഡോക്ട്രൈൻ ആണ്. അതുണ്ടാവാനുള്ള റീസൺ റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറഞ്ഞ കേസാണ്. ഇത് ഉണ്ടാവാനുള്ള റീസൺ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ ഇഷ്യൂ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക.
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ട്രിക്ട് ലയബിലിറ്റി ആൻഡ് അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആകെ മൊത്തം നോക്കാനുള്ളത്. സോ ഹിയർ വി കൺക്ലൂഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. ഓക്കെ ബൈ, അടുത്ത ക്ലാസ്സിൽ കാണാം.